കഴിഞ്ഞാട്ടമായിരിക്കും ഇവിടെ നടക്കുന്നത്. ചാത്തമ്പ്രയുണ്ട്. ചാത്തമ്പ്ര തന്നെ ഇപ്പൊ ഒരുപാട് അപകടം കാണിക്കുന്നുണ്ട്. പിന്നെ അവര് വെള്ളം ചോദിക്കുന്നവർ കൊടുക്കുന്നവർ ചിലപ്പോൾ മയങ്ങി എന്റെ തോളിൽ കൂടെ വീഴാറുണ്ട്. ഇവിടെ ഭയങ്കരമായ അക്രമം ഇപ്പോഴേ ഉണ്ട്. ഈ വീടുകളിൽ കയറി വെള്ളം എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവങ്ങളോ ചെയ്താൽ ഈ ചാത്തമ്പ്രയിൽ വാങ്ങിച്ചിട്ട് ഇത് അപ്പോൾ പിന്നെ ഇവിടെ അടുത്തുകൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. ഇതുവഴി ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. നമസ്കാരം. ഈ ഒരു വാർത്ത ചെയ്യണമെന്നത് എൻ്റെ നിയോഗമായിരിക്കുമല്ലോ. ദൈവം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വാർത്തയായിരിക്കും. ഏതായാലും ചാത്തമ്പാറ ബിവറേജ് ജപ്തിയായി. അവിടെ ആ ഒരു സ്ഥലമൊക്കെ ജപ്തിയായി. ബിവറേജാണ്, നമ്മുടെ മദ്യം കിട്ടുന്ന സ്ഥലമാണ്. അത് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ കുറച്ച് ഉള്ളിലേക്ക്, ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് അത് മാറ്റാനുള്ള തീരുമാനമൊക്കെ എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ മെമ്പറൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. കാരണം വെച്ചാൽ അതിവിടെ അനുവദിക്കില്ല. കാരണം ഇവിടെയുള്ള ഒരു സ്വസ്ഥമായ ഒരു ജീവിതം നശിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. മെമ്പറൊക്കെ ഇവിടെ നമ്മളെ കൂടെ ഉണ്ട്. മാറ്റില്ലെന്നൊക്കെ പറയുന്നത്, മാറ്റില്ല, ഇത് ഇങ്ങോട്ടല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല. എന്തായിരുന്നാലും ഇതിൻ്റെ 95% ഇവിടോട്ട് മാറ്റുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതായിട്ടാണ് ഞങ്ങൾക്കറിയാവുന്നത്. ഇതൊരു വലിയ ജനവാസ മേഖലയാണ്. എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഗ്രാമീണ മേഖലയാണ്. ചാത്തമ്പ്ര ജംഗ്ഷനിൽ 1.5 കിലോമീറ്റർ അകത്തേക്കാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഇവിടെ ഗ്രാമാന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ സ്കൂളിലേക്കും നമ്മുടെ സ്ത്രീകളും മറ്റ് ആൾക്കാരെല്ലാം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാം വാഹനം കയറുന്നതിന് വേണ്ടിയിട്ട് ചാത്തമ്പ്രയിലേക്ക് പോകുന്ന 1.5 കിലോമീറ്ററാണ്. ഈ ഇത്ര മാത്രം 5 മീറ്റർ വീതിയുള്ള ഈ റോഡിലൂടെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ജനങ്ങൾ അവിടെ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അത്രയും വാഹനങ്ങളാണ് ഇവിടോട്ട് വരുന്നത്. അപ്പോൾ ഈ മേഖലയ്ക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. മാത്രമല്ല വികസനമല്ലേ ഇത് വികസനം. അപ്പോൾ ഇത്തരത്തിലുള്ള വികസനത്തോട് ഞാൻ ഒരു കാര്യം, മെമ്പർ കമ്മ്യൂണിസ്റ്റാണ് ഒക്കെ എനിക്കറിയാം. ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ മെമ്പർക്ക് ഇഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ ഞാൻ പറയാൻ പോവുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന് ആകെ വരുമാനം ലോട്ടറിയും മദ്യവും മാത്രമേ ഉള്ളൂ. മദ്യം വിറ്റും ലോട്ടറി വിറ്റും ഉള്ള വരുമാനം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗവൺമെൻറ്, CPM ഗവൺമെൻറ് ഭരിച്ചിട്ട് പോകുന്നത്. വേറെ യാതൊരു വിധ പ്രൊഡക്ഷനും നമ്മുടെ നാട്ടിലില്ല. നമ്മൾ ഫുഡ് വരെ പോയിസൺ ഫുഡ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മദ്യം വിറ്റ് മാത്രമാണ് നമ്മളെ സർക്കാർ, അല്ലേ? ശരിയല്ലേ? എന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സംരംഭങ്ങളെല്ലാം തന്നെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കള്ള് വിറ്റുകൊണ്ടുള്ള വരുമാനം സർക്കാർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ സർക്കാരാണ്, നിങ്ങളാണ് കൊടുക്കുന്നത്. അത് കാലാകാലങ്ങൾ ഇതെല്ലാം തന്നെ നടന്നു പോകുന്നത് തന്നെയാണല്ലോ. എൻ്റെ സർക്കാരിന് മാത്രം പറയണ്ട. കാലാകാലങ്ങൾ അതാത് സർക്കാരുകൾ. ഞാൻ പ്രദേശവാസികളോടൊപ്പമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. ജനങ്ങളോടൊപ്പമാണ്. കാരണം ജനങ്ങൾക്ക് ഇത് ഇവിടെ ആവശ്യമേ ഇല്ല. ഇതുവഴി ഉണ്ടാകുന്ന 10-15 പേർക്ക് കപ്പലണ്ടി കച്ചവടം, അച്ചാർ കച്ചവടമൊക്കെ കിട്ടുമായിരിക്കും. അതൊന്നും ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, ഈ ബിവറേജസിന് വരുന്നതിന് പകരമായിട്ട് സ്റ്റീൽ പ്ലാന്റ് കൊണ്ടുവരട്ടെ, മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾ കൊണ്ടുവരട്ടെ, കുറേ പേർക്ക് ജോലി കൊടുക്കട്ടെ. ഞാനാണ് പറയുന്നത്. അല്ലെ, ഇതൊരു സ്വകാര്യ വ്യക്തി കൊണ്ടുവരികയാണല്ലോ, അദ്ദേഹം ഇത് കൊണ്ടുവരട്ടെ. അല്ല, ഞാൻ ഒരു രഹസ്യം കൂടെ പറയാൻ കേട്ടോ. അത് എന്തായാലും മെമ്പർ അതിന് വെച്ചാൽ മെമ്പറുടെ സഹോദരൻ്റെ വസ്തുവിൽ വേണം സാധനം വരണത്. മെമ്പർ അതിനെതിരെ, അപ്പോൾ എനിക്ക് മെമ്പർ അപ്രീഷിയേറ്റ് ആവശ്യമുണ്ട്. കാരണം സ്വന്തം സഹോദരൻ്റെ വസ്തുവിൽ ഈ സാധനം വരുമ്പോൾ മെമ്പർ എതിർക്കുന്നത്, അത് മാത്രമല്ല അത് മെമ്പർ ഉൾപ്പെടെ നാട്ടുകാരുടെ ഒക്കെ ആവശ്യമാണ്. അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം വിഷയമാവുമല്ലേ? വിഷയമാണ്, ഭയങ്കര വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ആവാസ കേന്ദ്രം ഇവിടെ ജനിക്കും. ഇവിടെ നമ്മുടെ മുതിർന്നവരും കുട്ടികളുമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷയില്ല. ഗതാഗത രൂക്ഷമുണ്ടായ ആക്സിഡൻറ്റുകൾ സംഭവിക്കും. യാതൊരു കാരണവശാലും ഈ ഭാഗത്ത് ജനകീയ മേഖലയിൽ ഒരു കാരണവശാലും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് വരാൻ ഈ നാട്ടുകാർ സമ്മതിക്കില്ല. സമാധാനമായിട്ട് കിടന്നു ഉറങ്ങാനൊന്നും പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോളിജുമായിട്ടുള്ള ബന്ധമുണ്ട്. അതും കുടിച്ചുകൊണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ വന്നിറങ്ങുന്നത് സ്കൂളിൽ നിന്നൊക്കെ. ഒരുപാട് ഇങ്ങനെ ബിവറേജ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. വയസ്സായ അമ്മമാരുണ്ട്. ഒരുപാട് ജനവാസ കേന്ദ്രമുണ്ട്. കഴിഞ്ഞാട്ടമായിരിക്കും ഇവിടെ നടക്കുന്നത്. ചാത്തമ്പ്രയുണ്ട്. ചാത്തമ്പ്ര തന്നെ ഇപ്പൊ ഒരുപാട് അപകടം കാണിക്കുന്നുണ്ട്. പിന്നെ അവര് വെള്ളം ചോദിക്കുന്നവർ കൊടുക്കുന്നവർ ചിലപ്പോൾ മയങ്ങി എന്റെ തോളിൽ കൂടെ വീഴാറുണ്ട്. ഇവിടെ ഭയങ്കരമായ അക്രമം ഇപ്പോഴേ ഉണ്ട്. സാധനം മേടിച്ചുകൊണ്ട് വെള്ളം മേടിക്കാൻ ഇവിടെ വരുമ്പോൾ കമന്ന് വീഴുന്ന അവർ പറഞ്ഞ ആശയം. അതായത് അവിടെ ചാത്തമ്പാറ ആയിരുന്നിട്ട് പോലും ഇവിടെ ബുദ്ധിമുട്ട് നടക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതൊരു ഗ്രാമീണ മേഖലയാണ്. ഇവിടെയുള്ള മാതാപിതാക്കൾ അവർ രാവിലെ ഓരോ തൊഴിലിന് വേണ്ടി ഇറങ്ങി പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീടുകളിലൊക്കെ മിക്ക ദിവസങ്ങളും കുട്ടികൾ മാത്രമേ കാണത്തുള്ളൂ. ഈ പറഞ്ഞ ആൾക്കാർ ഇവിടെ വന്ന് മദ്യം, ഈ ഒരു ഗ്രാമീണ മേഖല ആയതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ റബ്ബർ തോടുകളും റബ്ബർ കാടുകളും താഴെ വയലുകളും തോടുകളും ഒക്കെയാണ്. അവർക്ക് വരുന്നവർക്ക് ഇന്ന് മദ്യപിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളാണ്. മനസ്സിലായി? ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ കുട്ടികളൊക്കെ മിക്കോളും വീട്ടിൽ കാണും. ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഒരു സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ വീടുകളിൽ കാണും. അപ്പോൾ ഈ മദ്യപന്മാരെല്ലാം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ച് കഴിച്ചിട്ട് ഈ വീടുകളിൽ കയറി വെള്ളം എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവങ്ങളോ ചെയ്താൽ, മനസ്സിലായില്ലേ, അത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച്
ഈ വരുന്ന ഈ ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പോരാടാൻ വേണ്ടി തീരുമാനിച്ചു. ബിവറേജ് വരുമെന്ന് ഉറപ്പുണ്ട്. തീർച്ചയായും ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. ഇതിന്റെ ഉടമ പറഞ്ഞു, ഇന്ന് പോലീസ് വന്നപ്പോൾ ഇന്ന് ഇതിന്റെ ഉടമ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു, ഞാൻ കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പോലീസിന്റെ മുമ്പിലാണ് പറഞ്ഞത്. താഴെ ഭാഗത്തോട്ട് ഒരു 12 മണി 1 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല. ആൾക്കാർ അവിടെ കൂടിയിരുന്ന പകല് ഈ ചാത്തമ്പ്രയിൽ വാങ്ങിച്ചിട്ട് ഇത് അപ്പൊ പിന്നെ ഇവിടെ അടുത്തുകൂടെ ആകുമ്പോഴത്തേക്ക് കൊച്ചുകുട്ടികൾ ധാരാളം കൊച്ചുകുട്ടികൾ സ്കൂളിൽ 6 വയസ്സ് 7 വയസ്സാ കൊച്ചുകൾ കടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ കൊച്ചുങ്ങൾ നമുക്ക് നോക്കണ്ടേ. മദ്യപന്മാർ വന്നിരുന്ന് കൂട്ടം കൂടി ഇരുന്ന് കള്ളു കുടിക്കാറുണ്ട്. പലപ്പോഴും പോലീസിനെ വിളിച്ചറിയിക്കാറുണ്ട്. പോലീസിന് എല്ലായ്പ്പോഴും ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കാനുള്ള നേരമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ തന്നെയും ചിലപ്പോഴെന്താണ് നിരന്തരം നമ്മൾ പോലീസിനെ വിളിക്കേണ്ടതായിട്ട് വരും. എപ്പോഴും പോലീസിന് ഇവിടെ മാത്രം വന്നിരുന്നാൽ പോരല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഗവൺമെൻറ് ആകെ ഒരു വരുമാന മാർഗം ഈ പറഞ്ഞ ലോട്ടറിയും മദ്യവും തന്നെയാണ്. അതിന് തിരുത്തലായിട്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ ആശയം ഉന്നയിച്ചിട്ടുണ്ട്. യാതൊരുവിധ ഇൻഡസ്ട്രി നമ്മൾ സാധ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെ കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. ഒരു വ്യവസായം തുടങ്ങാൻ വരുന്ന ആൾക്കാർ തന്നെ അനുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് സ്ഥാനം പോയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഈ പറയുന്ന ഒരു ബിവറേജ് ഔട്ട്ലെറ്റ്. എല്ലാവർക്കും മദ്യം വേണം, പക്ഷേ ബിവറേജ് ഔട്ട്ലെറ്റ് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഈ ഗ്രാമീണരുടെ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഒരു സങ്കടമാണ് ഞങ്ങൾ പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ബിവറേജൊക്കെ ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സന്തുലനാവസ്ഥ തന്നെ തെറ്റും. ഇപ്പോൾ തന്നെ ഒരു ദൂര ബിവറേജ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ എന്താ പറയുക മദ്യം മാറ്റി ഇവിടേക്ക് ഇത് കഴിക്കുന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത തോടും വയലും കാര്യങ്ങളും ഒഴി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മദ്യപന്മാരുടെ കേന്ദ്രമാവും. പിന്നെ ഒരു സ്വൈര ജീവിതം തടസ്സപ്പെടും എന്നൊക്കെയാണ് നമ്മുടെ നാട്ടുകാരും മെമ്പറും ഒക്കെ നമ്മോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ ഒരു വിഷമങ്ങളൊക്കെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി അങ്ങനെയുള്ള മറ്റു സ്ഥലത്തേക്ക് മാറ്റുക, ഇതൊന്നും സ്ഥാപിക്കാതിരിക്കാൻ പറയാനുള്ള അവകാശം നമുക്കില്ല. എങ്കിൽ പോലും ആകെ വരുമാനമാണ്. ഇതൊക്കെ വിറ്റ് ആൾക്കാരെ കൊണ്ട് കുടിപ്പിച്ച് കൊന്നെങ്കിൽ മാത്രമേ സർക്കാരിന് കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റുക. നമ്മൾ നേരത്തെ വാർത്ത ചെയ്താണ്. ഏതായാലും ശ്രദ്ധിക്കുക. വെസ്റ്റ് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം സെയ്ത്ത് മാരാർ സൈനിങ് ഓഫ്.